ഓൺ ദി ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വി ആസ്ക്. കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരമാണ്. ഒരു പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കണമെന്നു. യെസ്, നമ്മുടെ ജീവിതത്തോട്, ജീവിത സാഹചര്യങ്ങളോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാകണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇല്ല ബ്രദറെ, അങ്ങനെ അല്ലല്ലോ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നല്ലേ? ആണ്, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ദൈവസന്നിധിയിൽ ചോദിക്കണം. ആ ചോദ്യം അല്ല ദൈവത്തോട് ചോദിക്കണമെന്നല്ല പറഞ്ഞത്. ദൈവസന്നിധിയിൽ നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവസാന്നിധ്യത്തിൽ ദൈവം അതിന്റെ ഉത്തരങ്ങൾ തരും. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട്, റൈറ്റ് ക്വസ്റ്റ്യൻസ്, റൈറ്റ് ആൻസേഴ്സ്. അപ്പൊ ജീവിതത്തിൽ ചോദിക്കുന്ന നല്ല ചോദ്യങ്ങളുടെ നല്ല ഉത്തരങ്ങൾ ലഭിക്കും. അവിടെയാണ് ജീവിത നിലവാരം മാറ്റപ്പെടുന്നത്. ഒരു പക്ഷേ നമുക്ക് ചോദിക്കാം, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ വിത്ത് നമ്മൾ മണ്ണിൽ വിതയ്ക്കുമ്പോൾ അതിന്റെ ഷെല്ല് പൊട്ടിയെങ്കിൽ മാത്രമേ അതിനകത്തുനിന്ന് ഒരു ഫലം പുറപ്പെടുകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ചെടി ഉണ്ടാകത്തുള്ളൂ. ഒരു മണ്ണിനകത്തൊരു വിത്ത് വിതച്ചാൽ ആ ഷെല്ല് പൊട്ടുന്നില്ലെങ്കിൽ ആ വിത്ത് അതുപോലെ അങ്ങിരിക്കും. പക്ഷെ എന്ന് അതിന്റെ കവചം പൊട്ടുന്നോ അന്ന് അതിൽ കൂടി നാമ്പുകൾ വെളിയിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, നിങ്ങളുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളെപ്പറ്റി നിങ്ങളോട് തന്നെ ദൈവ സാന്നിധ്യത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്ഭുതങ്ങൾ കൊണ്ടുവരും. നമ്മൾ വേഗത്തിൽ അതിലേക്ക് പോവുകയാണ്. ദൈവ സാന്നിധ്യത്തിൽ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇന്ന് ഒന്ന് പ്രിപ്പയർ ആയിക്കോ, ഇന്നൊന്ന് റെഡി ആയിക്കോ. ദൈവ സാന്നിധ്യത്തിൽ നിങ്ങളെപ്പറ്റി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. അവിടെ ജീവിത നിലവാരം ഉയരും. നമുക്കറിയാം, ജീവിതത്തിന്റെ, ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു മണ്ണിൽ വിതച്ച ഒരു വിത്ത് അതിന്റെ ഷെല്ല് പൊട്ടുമ്പോൾ മാത്രമേ അതിനകത്ത് വെച്ചിട്ടുള്ള അത്ഭുതം കാണത്തുള്ളൂ. ഈ ഷെല്ല് പൊട്ടിക്കുന്ന ഒരു അനുഭവമാണ് ചോദ്യങ്ങൾ. ലോകത്തിലെ വിവിധമായ തലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ, ഉദാഹരണത്തിന് മനുഷ്യന്റെ വലിയ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത് ചോദ്യങ്ങളിൽ നിന്നാണ്. എങ്ങനെ ഈ പറവകൾ പറക്കുന്നത് പോലെ മനുഷ്യൻ എന്തുകൊണ്ട് പറക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് എയ്റോപ്ലെയിൻ കണ്ടുപിടിക്കാനിടയായത്. റൈറ്റ് സഹോദരന്മാർ, നമ്മൾ കേട്ടിട്ടുണ്ട്, റൈറ്റ് ബ്രദേഴ്സ്. വിമാനം കണ്ടുപിടിക്കാനുള്ള ആ തുടക്കം ഒരു ചോദ്യത്തിൽ നിന്നായിരുന്നു. എന്തുകൊണ്ട് മനുഷ്യർക്ക് പറവകളെ പോലെ പറക്കാൻ പറ്റുന്നില്ല? ഒന്ന് കയ്യെ കൂട്ടിക്കോ. ഒന്ന് വിപ്ലവകരമായ ഒരു തീരുമാനമല്ലായിരുന്നു, വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തമല്ലായിരുന്നു. ഒരൊറ്റ ചോദ്യം, എന്തുകൊണ്ട് മനുഷ്യർക്ക് പക്ഷികളെ പോലെ പറക്കാൻ പറ്റുന്നില്ല? 2, ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പരിമിതികളുണ്ട്. ഇവിടുന്ന് ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് പരമാവധി ശബ്ദം ഉയർത്തിയാൽ ഒരു 10-100 അടി അകലെയുള്ളവരോട് എനിക്ക് സംസാരിക്കുമായിരുന്നു. കൂവി വിളിച്ചാൽ 150 അടി അല്ലെ 200 അടി, അതിൽ കൂടുതൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് എങ്ങനെ നമുക്ക് ദൂരെയുള്ളവരോട് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് സംസാരിക്കാം എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. കോളുകൾ വരുന്നതാണ്. വിദൂരതയിലുള്ളവരുമായിട്ട് എങ്ങനെ എനിക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചോദ്യത്തിലാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. അപ്പൊ രണ്ടായോ? 3, ഈ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? നക്ഷത്രങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ ആരാണ്, എങ്ങനെയാണ് ആ നക്ഷത്രങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ആറ്റമിക് ഫ്യൂഷനെ പറ്റി കണ്ടുപിടിക്കാനിടയായത്. അപ്പോൾ ലോകത്തിലെ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ചുമ്മാ കണ്ടുപിടിക്കുകയല്ലായിരുന്നു, ഒരു ചോദ്യം ചോദിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറട്ടെ, നിങ്ങൾ ജീവിതത്തിൽ വിവിധ ഭയങ്ങളിൽ നിരാശയിൽപ്പെട്ടിരിക്കുകയാണോ? റൈറ്റ് ചോദ്യം റൈറ്റ് ടൈമിൽ റൈറ്റായിട്ട് ചോദിക്കുമ്പോൾ റൈറ്റ് ആൻസർ കിട്ടും. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ വിളിച്ചു പറ, ശരിയായ ചോദ്യം ശരിയായ ഉത്തരം, ശരിയായ ചോദ്യം ശരിയായ ഉത്തരം. ബ്രദറെ, ഇതിന് വചനത്തിൽ അടിസ്ഥാനമുണ്ട്. ആദ്യം തന്നെ ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത മനുഷ്യനെ ദൈവം ആദാമേ നീ എവിടെ? ഒരു ചോദ്യം. ആ ചോദ്യത്തിൽ ആദാമിന് തന്റെ അവസ്ഥയെപ്പറ്റി ബോധ്യം വന്നു, താനായിരിക്കുന്ന. അതുകൊണ്ടാ ആ ചോദ്യം കേട്ടപ്പം മരത്തിനടിയിൽ പോയി ഒളിച്ചു. അപ്പോൾ ചില ചോദ്യങ്ങൾ നമ്മളെ തന്നെ വെളിപ്പെടുത്തും. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഇന്ന് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളെ വെളിപ്പെടുത്തുന്നതാകട്ടെ, നിങ്ങൾ വിശ്വാസത്തിൽ വെളിപ്പെടുത്തുന്നതാകട്ടെ, ഒരു ദൈവ പൈതലെ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതാകട്ടെ.
എന്താണ് യഥാർത്ഥ ദൈവവിശ്വാസം വെളിപ്പെടുത്തുന്നതാകട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്നവർ, നമ്മൾ ജീവിതത്തിൽ പല ചോദ്യങ്ങളും പല 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 അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ചോദ്യചിഹ്നങ്ങൾ വരും. പക്ഷേ ആ ചോദ്യചിഹ്നങ്ങൾ നിരാശയുടെ ആക്കാതെ അത് ഒരു വിശ്വാസത്തിന്റെ ചോദ്യമായി മാറുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഉത്തരം ലഭിക്കും. അങ്ങനെ അത് ഒന്നുകൂടെ പറഞ്ഞത്, ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വി ആസ്ക്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം. ഇന്ന് ഒന്ന് ചോദിച്ച്, എന്തുകൊണ്ടാണ് ഞാൻ ഈ സാഹചര്യങ്ങളിൽ, എന്തുകൊണ്ടാണ് ഞാൻ ഈ രോഗത്തിൽ ഇരിക്കേണ്ടി വരുന്നത്? ചോദിച്ചോ, ഉത്തരം കിട്ടും. ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തോട് അല്ല ചോദിക്കുന്നത്, നമ്മളോടാ ചോദിക്കുന്നത്. എങ്ങനെ ഉത്തരം ലഭിക്കും? അപ്പോൾ എന്തുകൊണ്ട് ഞാൻ രോഗിയായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്റെ സാമ്പത്തിക നില മാറാത്തത്, എന്തുകൊണ്ടാണ് എന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറാത്തത്, എന്തുകൊണ്ടാണ് എന്റെ ശുശ്രൂഷയിൽ ഞാൻ ഉയരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചോ, ദൈവസാന്നിധ്യത്തിൽ ചോദിച്ചു. അവിടെ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ദൈവത്തോട് ചോദിക്കാമോ? നമ്മൾ അതിലേക്ക് വരും. ഉദാഹരണത്തിന് നമുക്കറിയാം, ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാഹത്തെ കാണിക്കുന്നു, വിശപ്പിനെ കാണിക്കുന്നു. അങ്ങനല്ലേ? എല്ലാം ഉള്ളവര് ഒന്നും ആവശ്യപ്പെടത്തില്ലല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ദാഹത്തെ കാണിക്കുന്നു, നമ്മുടെ വിശപ്പിനെ കാണിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ എഴുതിയിട്ടില്ലേ, അവൻ വിശപ്പുള്ളവരെ നന്മ കൊണ്ട് തൃപ്തരാക്കും. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ, ദൈവം ഒരിക്കലും ചോദ്യം ചോദിക്കുന്നതിനോട് എതിരല്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ ഈ കണ്ടുപിടുത്തങ്ങളൊന്നും നടക്കത്തില്ല. ഈ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ നടന്നത് ഒരു ചോദ്യത്തില്ല. ഞാൻ ഇതിലേക്ക് ഈ ഒരു ആലോചനയ്ക്ക് വരാൻ കാര്യം, ഈ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ലൈവുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യുക. ഫേസ്ബുക്ക് അത് നോട്ടിഫിക്കേഷൻ തരും, നിങ്ങൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ദിവസം ഡിലീറ്റ് ചെയ്യാൻ പോവാ, ഞങ്ങൾക്ക് ഫേസ്ബുക്കിന് താങ്ങാൻ പറ്റാത്തതിലധികം വീഡിയോകൾ വരുന്നു, ഞങ്ങൾ അത് ഡിലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും സെറ്റിംഗ്സ് മാറി കിടക്കുന്നതുണ്ടാകും. ഞാനത് നോക്കി, പക്ഷെ എനിക്കറിയാൻ വയ്യ. പക്ഷെ ഞാൻ ഇതിനെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും, ചെയ്യുന്ന വീഡിയോകൾ എങ്ങനെ നിലനിൽക്കാൻ പറ്റും? അങ്ങനെ നിന്നപ്പോഴേ ഞാൻ യൂട്യൂബിലും കൂടെ അപ്ലോഡ് ചെയ്തേക്കാൻ തീരുമാനിച്ചു. ഇന്നലെ മുതൽ യൂട്യൂബിലും കൂടെ അപ്ലോഡ് ചെയ്തു. ഇതേ മെസ്സേജ് യൂട്യൂബിലും കൂടെ, ഈ മെസ്സേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ യൂട്യൂബിലും കൂടി ഇത് അപ്ലോഡ് ചെയ്യും. അവിടെ കിടക്കട്ടെന്ന്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു, ഇതൊരു സാമ്പത്തിക നന്മ പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ലല്ലോ. ഈ കേൾക്കുന്ന വചനം ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്താൽ ഒരുപക്ഷെ അവരുടെ ജീവിതം മാറ്റിമറിച്ചായിരുന്നു. എന്ത് ചോദിക്കുമോ? അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. യെസ്, ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് വന്നപ്പോൾ ഞാൻ കേട്ടത്, നമ്മുടെ കാക്കനാട് ഒരു വാടക വീടിന്റെ അടുക്കള ഭാഗത്ത് ഇരുന്നിട്ട് 4 സുഹൃത്തുക്കൾ തമ്മിൽ തീരുമാനിച്ചു, ഇനിയും നമ്മൾ എന്ത് ചെയ്യും. അതിലൊരു വ്യക്തി, അദ്ദേഹം 2000 മറ്റോ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു ടൂറിസം പ്രോജക്റ്റുമായിട്ട് മൂന്നാറിൽ ഒരു സ്ഥലം എടുത്ത് ടൂറിസം പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയപ്പോഴേ, 2006 2007 ആ ടൈമിലാന്ന് തോന്നുന്നു, അന്നാണ് മൂന്നാറിൽ വലിയ ഇടിച്ചു നിരത്തലുകൾ, കേരളം മുഴുവൻ ഇടിച്ചു നിരത്തലുകൾ, അനധികൃതമായി പണിയുന്ന കെട്ടിടങ്ങൾ അല്ലെങ്കിൽ അനുവാദം കൊടുക്കാതെ. അപ്പോൾ അത് വന്നപ്പം ഒത്തിരി പ്രോജക്റ്റുകൾ ഇല്ലാതായി. ഒത്തിരി പ്രോജക്റ്റുകളിൽ ഇദ്ദേഹം വളരെ പ്രതീക്ഷയോടെ പോയി ചെയ്തതാണ്. ആദ്യത്തെ അനുഭവത്തിൽ തന്നെ കേരളത്തിൽ വന്ന നിയമങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. JCBയുമായി കടന്നുപോയി എല്ലാ കെട്ടിടങ്ങളും അനധികൃതമാണെന്നും ദൂരത്തിന്റെ വിഷയം കാരണവും ദൂര പരിമിതികൾ കാരണം ഒത്തിരി ഇടിച്ചു നിരത്തി, ഒത്തിരി റിസോർട്ടുകൾക്ക് അനുമതി നിഷേധിച്ചു. അങ്ങനെ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിചാരിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ആ വ്യക്തി പറയുന്ന ഒരു ഇന്റർവ്യൂ കേട്ടു. ലിറ്റ്മസ് 7 എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖ 7,000-8,000 കോടി ആസ്തിയുള്ള ഒരു IT കമ്പനി ഉടലെടുക്കാൻ കാരണം കാക്കനാട് ഒരു വീട്ടിനകത്ത് ഒരു ചെറിയ മുറിക്കകത്തിരുന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ചിന്തിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനി എന്റെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ആ ചോദ്യത്തിൽ നിന്നാണ് ലിറ്റ്മസ് 7 എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനകരമായ ഒരു IT പ്രോജക്റ്റ് അവിടെ ഉണ്ടായി. ഇന്ന് ലോകമെമ്പാടും അത് വളരെ ശക്തമായി നിൽക്കുന്നു. എത്രയോ കോടികൾ, അദ്ദേഹത്തിന് 15 കോടിയുടെ റോൾസ് റോയ്സ് ഒക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ ജീവിതത്തോട് കോംപ്രമൈസ് ചെയ്യാതെ, നിങ്ങളുടെ തകർച്ചയോട് കോംപ്രമൈസ് ചെയ്യാതെ, നിങ്ങളുടെ രോഗത്തോട് കോംപ്രമൈസ് ചെയ്യാതെ, നിങ്ങളുടെ അവസ്ഥകളോട് കോംപ്രമൈസ് ചെയ്യാതെ, പകരം ഒന്ന് ചോദിച്ച്, ഞാൻ വിശ്വാസിയായിട്ട് എന്തിന് ഞാൻ രോഗത്തിലിരിക്കണം?
വിശ്വാസിയായിട്ട് എന്തിന് എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഞാൻ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയായിരിക്കും, സാമ്പത്തിക രംഗങ്ങളിൽ ഭാരപ്പെടുകയായിരിക്കും, കുടുംബത്തിൽ സമാധാനം, ചോദ്യങ്ങൾ ചോദിക്കണമെന്ന്. എന്തിനുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണം, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. വലിയ വ്യത്യാസങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വേഗത്തിൽ ചില ഭാഗങ്ങൾ എടുത്തു പോവുകയാണ്. ചോദ്യങ്ങൾ ദൈവസന്നിധിയിൽ ചോദിച്ച ചില വ്യക്തികൾ നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6:12. ദൈവത്തിന്റെ ദൂതൻ ഗിദെയോന്റെ അടുത്ത് വരികയാണ്. ഗിദെയോന്റെ അടുത്ത് വരുമ്പോൾ വായിച്ചാട്ടെ. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. യഹോവ നിന്നോടുകൂടെ ഉണ്ട്. ദൂതൻ ഇറങ്ങി ഒരു വ്യക്തിയോട് പറയാ, ഹല്ലോ പരാക്രമശാലി. നമ്മളൊക്കെയാണ് ഇത് കിട്ടിയ തുള്ളിച്ചാടി. ഒരു ദൂതൻ വന്ന് പറയാം, പരാക്രമശാലിയെ, ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ഗിദെയോന്റെ സാഹചര്യം അടിമത്തത്തിലിരിക്കുക, ഭയപ്പെട്ടിരിക്കുക, ഭാരപ്പെട്ടിരിക്കുക, മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ ശത്രുക്കളെ പേടിച്ചിരിക്കുമ്പോഴാണ് ദൂതൻ ഇറങ്ങി പറയുന്നത്, ദൈവം നിന്റെ കൂടെയുണ്ട്. പക്ഷെങ്കിൽ ഗിദെയോൻ ഉടനെ കൈകൊട്ടി അങ്ങ് ഇറങ്ങിയില്ല. ഗിദെയോൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വായിച്ചാട്ടെ 13. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്താ? അല്ലയോ യജമാനെ, ദൂതൻ പറയാ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോ പറയാ, അല്ലയോ യജമാനെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങൾ ദൈവത്തോട് അല്ല ചോദിക്കുന്നത്, ദൈവ സാന്നിധ്യത്തിൽ നമ്മളോട് തന്നെ ചോദിക്കണം. ഞാൻ എന്തുകൊണ്ട് രോഗത്തിലിരിക്കണം, ഞാൻ എന്തുകൊണ്ട് കടഭാരത്തിലിരിക്കണം, എന്തുകൊണ്ട് എന്റെ വഴികൾ അടയുന്നു, എന്തുകൊണ്ട് വാതിലുകൾ തുറക്കുന്നില്ല, എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്റെ ജീവിതം കെട്ടുപണി ചെയ്യപ്പെടുന്നു, എന്തുകൊണ്ട് എന്റെ തലമുറകളിൽ ഉയർച്ച വരുന്നില്ല, എന്തുകൊണ്ട്? ദൈവസന്നിധി ചോദ്യം ചോദിച്ചു, ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മളോടെ ചോദിക്കാവൂ, ദൈവത്തോട് ചോദിക്കരുത്. അവിടെ ഇരിക്കുന്ന ദൂതനോടാ ചോദിക്കുന്നത്. പറഞ്ഞാട്ടെ. യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു. ഒന്നുകൂടെ വായിച്ചോട്ടെ. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്താ? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാനിയരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഒന്നോർത്തേ, ദൈവസന്നിധിയിൽ ദൂതനോട് ചോദിക്കാം, ദൈവം കൂടെ ഉണ്ട്, പിന്നെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളോടുകൂടി ഇവിടെ വരെ വന്നിട്ട് പിന്നെന്താ ഇപ്പൊ ഇല്ലാത്തത്? പിന്നിപ്പൊ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം. ഗിദെയോനെ പറ്റിയാ ദൈവത്തോട് ചോദിക്കുന്നു, എന്താ? പിന്നെ നമ്മൾ കാണുന്നത്, പിന്നെ ചരിത്രം പിറക്കുക, ദൈവം അവന്റെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങൾ ചെയ്യുക, ദൈവം അവനെ തെളിയിക്കുക. നിന്നിൽ സാധ്യതകൾ ഇപ്പോഴും ഉണ്ട് ഗിദെയോനെ, നിനക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്താം ഗിദെയോനെ, നിന്നെ കൊണ്ട് തന്നെ ഒരു രാഷ്ട്രത്തെ ഞാൻ പണിയും ഗിദെയോനെ. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ചോദിക്കുക, ഇന്ന് ഏതെങ്കിലും അനുഭവത്തിൽ നിങ്ങൾ ദൈവപൈതല രക്ഷിക്കപ്പെട്ട് നിങ്ങൾ ഒരു വീണ്ടും ജനിച്ച ദൈവപൈതലാണെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയാം, നിങ്ങളുടെ പരാജയത്തിനകത്തുനിന്ന് ഒരു രാഷ്ട്രം, നിങ്ങളെ ഒരു രാജ്യമാക്കി വളർത്താൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ ഇന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലൈവുകൾ കേൾക്കുന്ന ദൂതുകൾ എന്നോട് ഇത് ഇടപെട്ടപ്പോൾ തീർച്ചയായിട്ടും ഞാനത് നിങ്ങളോട് പറയുമ്പോൾ അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് ദൈവസന്നിധി ചില ചോദ്യങ്ങൾ ചോദിക്കണം. അയ്യോ, മടുത്തു, തീർന്നു, നശിച്ചു, ഇനി എന്റെ ജീവിതം അങ്ങ് തീർന്നാ മതി, ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുന്നവരോട് പറയട്ടെ, ദൈവ പൈതലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചോദിക്കണം, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണം? എന്തുകൊണ്ട്? ആ ചോദ്യത്തിനകത്തൊരു ഉത്തരം വരും. ആ കുളക്കരയിൽ കിടക്കുന്ന അവന്റെ അടുത്ത് കർത്താവ് ചെല്ലുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ആരുമില്ല, എന്നെ വെള്ളത്തിലാക്കാൻ ആരുമില്ല. ദൈവം അടുത്ത് എന്നിരിക്കുമ്പോൾ പറയാ, എന്നെ വെള്ളത്തിലാക്കാൻ മനുഷ്യനില്ലെന്ന്. അപ്പൊ ദൈവം ചോദിക്കുക, ദൈവം തമ്പുരാൻ യേശുക്രിസ്തു ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നെ കേൾക്കുന്നവരോട് വിളിച്ച് ചോദ്യങ്ങൾ, പക്ഷെ ബ്രദറെ, ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ശരിയാണ്, ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ചില ഭാഗങ്ങളൊന്ന് വായിക്കാമേ. ചില ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏത് ചോദ്യങ്ങളാ ചോദിക്കരുത്? നിങ്ങൾ ചോദിക്കും, ബ്രദറെ, ദൈവത്തോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അത് വായിക്കാം. 2 തീമോഥെയോസ് 2:23. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കും. അപ്പൊ ബുദ്ധിയില്ലാത്ത ചോദ്യം ചോദിക്കരുത്. ഒരു ദൈവപൈതൽ ചോദ്യം ചോദിക്കുന്നത് ദൈവത്തോടല്ല. ദൈവപൈതൽ ചോദിക്കുന്നത്, ഞാൻ ദൈവപൈതലാണ്, ദൈവത്തിന് ഒന്നിനും തടസ്സമില്ല, ദൈവത്തിന് ഒരു ശാപവുമില്ല, ദൈവത്തിന് ഒരു പിശാചിനെയും പേടിയില്ല, പിന്നെ ദൈവപൈതലായ ഞാൻ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഞാൻ എന്തിന് ഇതിൽ കൂടി കടന്നു പോകണം? ആ ഒരു ചോദ്യം നിങ്ങളെ മാറ്റിമറിക്കും, 100% മാറ്റിമറിക്കും.
നിങ്ങൾ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണ്. ഒരു നിത്യജീവൻ വഹിച്ചുകൊണ്ട് നടക്കുന്നവരാ ദൈവവേദിലെന്ന് ഓർത്തോണം. യോഹന്നാൻ 5:24 പറയാം, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ഉണ്ട്, അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കും. ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് പിടികിട്ടത്തുള്ളൂ, ബുദ്ധിയുള്ളവരെ പിടികിട്ടത്തുള്ളൂ. അതെന്റെ കാര്യമാണല്ലോ ബ്രദറെ, പിന്നെ ഞാൻ എന്തിന്? ഒന്ന് പറഞ്ഞു ഒന്ന് അടുത്തിരിക്കുന്നവരൊരു കുസ്തിയുണ്ട്, അവരവരോട് പിന്നെ എന്തിനാ ഞാനിങ്ങനെ ദാരിദ്ര്യത്തിലിരിക്കുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് ഇന്ന് തന്നെ പറഞ്ഞ ഉടനെ ഒരു അത്ഭുതം നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല, നടന്നുകൂടാന്നും ഞാൻ പറഞ്ഞില്ല. എന്റെ ദൈവം തീരുമാനിക്കുന്നു. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മൾ അപ്പോൾ 2 തീമോഥെയോസ് നമ്മൾ വായിച്ചത് 2 തീമോഥെയോസ് 2:23 മൗഢ്യ തർക്കങ്ങളൊക്കെ ഒഴിഞ്ഞു നിന്നു, ബുദ്ധിയില്ലാത്ത ചോദ്യങ്ങൾ നിർത്തും. പക്ഷെ ബുദ്ധിയുള്ള ചോദ്യമാ, ദൈവ പൈതലായി ഞാൻ എന്തിന് ഇതിനകത്തിരിക്കണം? കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഇറ്റ് വിൽ ഫ്ലീ. പിശാചിനോട് എതിർത്ത് നിന്നും അവൻ വിട്ടുപോകും. അപ്പോൾ എന്റെ അനുഗ്രഹം തടയുന്നത് പിശാചാണ്, ഈ ലോകത്തിലെ നെഗറ്റീവ് ഫോഴ്സസ് ആണ്. തീരുമാനിച്ച ശാസിച്ച് നിന്നോണം, ചെറുത്ത് നിന്നോണം, കോംപ്രമൈസ് ചെയ്യില്ലേ. ആ രോഗത്തോട് കോംപ്രമൈസ് ചെയ്യരുത്, എതിർത്തോണം, പറയണം ഇല്ലില്ല, ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. പിശാചേ, രോഗമേ, നിനക്ക് ഇതിനകത്ത് കൊണ്ടിടാനുള്ള ചപ്പിയവർ ഇടുന്ന സ്ഥലമല്ല ഇത് വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലമല്ല, ഇത് ദൈവത്തിന്റെ മന്ദിരം. ഒന്ന് പറഞ്ഞു തുടങ്ങിക്കും, ഒന്ന് പറ. റൈറ്റ് ക്വസ്റ്റ്യൻസ്, റൈറ്റ് ആൻസേഴ്സ്. ആ ചോദ്യങ്ങളിൽ കൂടെ അത്ഭുതങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗം ഒന്ന് പോവാണ്. അതുപോലെ തന്നെ തീത്തോസിന്റെ ലേഖനം 3:9 പറയുന്നു, മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കാം. എന്താ ന്യായപ്രമാണത്തെ പറ്റിയുള്ളതും കലഹം ഉണ്ടാക്കുന്നതും മൗഢ്യതർക്കങ്ങളും ഒക്കെ ഒഴിഞ്ഞു നിൽക്കാനാ പറഞ്ഞത്. അല്ല അവനവനോട് ചോദ്യം ചോദിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, മൗഢ്യതർക്കങ്ങൾ, വംശാവലികൾ, ന്യായപ്രമാണം, പഴയ നിയമത്തിലെ വ്യവസ്ഥകളും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മുടെ അവസ്ഥ വേറെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും അവസാനം നമ്മൾ ഒരു വാക്യം പറഞ്ഞൊരു ചോദ്യം ചോദിക്കും, അത് ആ ചോദ്യത്തിനായിരിക്കും നിങ്ങളുടെ ഉത്തരങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചോദ്യം ചോദിക്കണം? ചില ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ പ്രകൃതിയിലോട്ട് നോക്കുമ്പോൾ ആ വിത്ത് ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് അതിന്റെ അതിർവരമ്പുകൾ അത് പൊട്ടിക്കുന്നത് കൊണ്ട് അത് വളരുന്നത്. നദി ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നത് അതിന്റെ വഴികൾ. നദി ഒഴുകി വരുമ്പോൾ പല തടസ്സങ്ങളും ഉണ്ട്, പക്ഷെ അത് അതിന്റെ അകത്തോട് ഉത്തരം കണ്ടുപിടിക്കും. അങ്ങനെയാണ് അത് കടലിൽ ചെന്ന് ചേരുന്നത്. ഇവിടെ 2018 എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും, ഞാനിവിടെ ഇരിക്കുന്നത് പമ്പയാറിന്റെ തീരത്ത് മാരാമണ്ണായിരിക്കുന്നു. പമ്പയാർ ഇപ്പൊ ഞങ്ങളുടെ ഇരിക്കുന്ന ഭാഗത്ത് അങ്ങനെ ഒഴുകി വന്ന് ഇങ്ങനെ ഒഴുകുന്നത് ഇങ്ങോട്ടാണ് ഒഴുകേണ്ടത്. പക്ഷെ 2018 ഒഴുകി വന്ന വെള്ളത്തോട് ചോദിച്ചു, ഇനി നമ്മൾ ഏത് വഴിയാണ് ഒഴുകേണ്ടേ? ഇപ്പൊ നമ്മൾ ഭയങ്കര ശക്തമായിട്ട് ഒഴുകി വരും, ഇത് വളഞ്ഞു തിരിഞ്ഞ് ഒഴുകാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ വെള്ളത്തോട് സംസാരിക്കും. അതുകൊണ്ടാ വെള്ളത്തോട് ഇനി എന്തിനാടാ വളവും തിരിവും, നമുക്ക് നേരെ ഒഴുകാം. ഇങ്ങനെ വന്ന് ഒഴുകേണ്ടിയ വെള്ളം ഇങ്ങനെ ഒഴുകി, ഇതുവഴി ഒഴുകി ചർച്ചിനകത്തൂടെ, കോഴഞ്ചേരി ഹെവൻലി വിത്ത് ചർച്ചിനകത്തൂടെ 18 അടി കിളരത്തിൽ വെള്ളം ഒഴുകി. റൂഫിന്റെ മണ്ടേ കൂടെ വെള്ളം ഒഴുകി 2018 വെള്ളം ഒഴുകി. കാര്യം അതിന്റെ വഴി കണ്ടുപിടിച്ചു, അത് ചോദ്യം ചോദിച്ചു, അത് ഉത്തരം കണ്ടുപിടിച്ചു, അത് വഴി ഒരുക്കി. ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, പ്രകൃതി പോലും കാണിച്ചത് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തടസ്സങ്ങളിൽ തട്ടി നിൽക്കില്ല, അവർ വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, പ്രകൃതി നമ്മളെ കാണിക്കുന്നത് അതുകൊണ്ട്. ചന്ദ്രൻ പോലും സ്വയം പ്രകാശിക്കുകയല്ല. നമുക്കറിയാം, ചന്ദ്രൻ റിഫ്ലക്ട് ചെയ്യുകയാണ്, സൂര്യന്റെ പ്രകാശം റിഫ്ലക്ട് ചെയ്യുകയാണ്. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവശക്തി റിഫ്ലക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ശോഭിക്കുന്നത്. ഓരോ പകലും സൂര്യൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് നീ പ്രതീക്ഷയോടെ ഒന്ന് എഴുന്നേക്കാമോ? ഇന്ന് നിനക്ക് പ്രതീക്ഷയോടെ ഒന്ന് എഴുന്നേക്കാമോ? ഞാൻ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് നിനക്ക് പ്രതീക്ഷ തരാൻ വേണ്ടി. നീ പ്രതീക്ഷയോടെ ഒന്ന് എഴുന്നേൽക്കാമോ? ഓരോ പകൽ, ഇന്ന് രാവിലെ സമയത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം, ഇന്നൊരു പ്രതീക്ഷയോടെ എഴുന്നേക്കാനാ സൂര്യൻ പ്രതീക്ഷയോടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ, നല്ല ചോദ്യങ്ങൾ നല്ല ഉത്തരങ്ങൾ. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വളർച്ച ഇല്ലാതാവും. നമ്മൾ ചോദ്യം ചോദിക്കുന്നില്ലെങ്കിൽ നമ്മൾ വളർച്ചകൾ ഇല്ലാതെയാകും. മഴ പെയ്യുമ്പോൾ നമുക്കറിയാം, ഒത്തിരി ദിവസം മഴ പെയ്തു കഴിയുമ്പോൾ നമുക്കത് ഇറിറ്റേഷനാണ്. പക്ഷെ മഴയ്ക്കൊരു വിഷയവുമില്ല. കാര്യം മഴയ്ക്കറിയാം, ഇതുണ്ടെങ്കിലേ ഭൂമി നനയത്തുള്ളൂ.
ഭൂമി നനഞ്ഞ് കുതിർന്നാലേ അടുത്ത സീസണിൽ ഫലം കാഴ്ത്തുള്ളൂ. മനുഷ്യർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. നീ ചോദ്യം ചോദിക്കുന്നത്, നിന്നോട് തന്നെ ചോദിക്കുന്നത്, ഇതുപോലുള്ള ലൈവുകളൊക്കെ കേൾക്കുമ്പോൾ പലർക്കും ഇറിറ്റേഷൻ. എന്താ ഈ പറയുന്നേ? നിന്നെ കേൾക്കുന്നവരോട് പറട്ടെ, വീണ്ടും ഞാൻ പറയാം, റൈറ്റ് ക്വസ്റ്റ്യൻസ്, റൈറ്റ് ആൻസേഴ്സ്. നല്ല ചോദ്യങ്ങൾ ചോദിച്ചോ, നല്ല ഉത്തരങ്ങൾ കിട്ടും. ദൈവസന്നിധിയിൽ ശലോമോൻ ചോദിച്ചു, ഞാൻ ധനവും പട്ടാളം തരാന്ന് പറയുമ്പോൾ എനിക്ക് അതല്ല വേണ്ടത്, എനിക്ക് ജ്ഞാനമാണ് വേണ്ടത്. ദൈവത്തോട് ചോദ്യം, എനിക്ക് എന്തിനാ അത്, എനിക്ക് അതാ വേണ്ടത്. ദൈവത്തോട് നല്ല ചോദ്യങ്ങൾ, തന്റെ വെളിപ്പാടനുസരിച്ച്, തന്റെ ദർശനം അനുസരിച്ച് നല്ല ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കാം. അപ്പോൾ ഞാൻ പറയാം, അപ്പൊ ചിലർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും, ഇതെന്തോ ഈ പറയുന്നത്. യെസ്, മഴ പെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ ദിവസങ്ങളൊക്കെ മഴ പെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഇറിറ്റേഷൻ ഉണ്ടോ? വേണ്ട, ഇറിറ്റേഷൻ ഒന്നും വേണ്ട. മഴയ്ക്കറിയാം, ഞാൻ പെയ്തില്ലെങ്കിൽ ഇവന്റെ ഭൂമി നനയത്തുമില്ല, കുതിരത്തുമില്ല, ഇവൻ അടുത്ത വർഷം വിളവ് കിട്ടത്തുമില്ല, ഇവന്റെ കിണറ്റി വെള്ളം ജനുവരിയിലേ ഇല്ലാതാവും. ഈ മണ്ടൻ ഇത് അറിയാത്തത് കൊണ്ട് ഞാൻ പെയ്യുന്നതിനെ ഇവൻ നിസ്സാരമായിട്ട് കാണും. മഴ നിർത്തത്തില്ല, മഴ പെയ്തുകൊണ്ടേയിരിക്കും. എന്നെ കേൾക്കുന്നതിനോട് പറഞ്ഞെ, ജീവിതത്തിൽ വിടുതൽ കിട്ടുന്നിടം വരെ ചോദ്യങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ട്? അത് പലർക്കും ഇറിറ്റേഷൻ ആയിരിക്കും, പക്ഷെ നമ്മുടെ വിഷയമല്ല. നമ്മൾ ഈ ദൈവവചനപ്രകാരമുള്ള ഉയർച്ച കാണണം, അനുഗ്രഹം കാണണം. വീണ്ടും പറയാം, ചോദിക്കുന്ന ഉടനെ നടന്നെന്ന് വരികയല്ല, പക്ഷെ നിരന്തരം ചോദിച്ചു. നിരന്തരം പെയ്യുന്ന മഴയാണ് ഭൂമിയെ നനയ്ക്കുന്നതും ഫലപ്രാപ്തി. നിരന്തരം ചോദ്യം ചോദിക്കണം. എന്തുകൊണ്ട്? എന്റെ അവകാശം വചനത്തിൽ പറഞ്ഞ പുതിയ നിയമത്തിൽ എനിക്ക് തന്ന വ്യവസ്ഥ ഇതല്ലല്ലോ. എനിക്ക് ശാപത്തിൽ ഇരിക്കേണ്ട, എനിക്ക് രോഗത്തിൽ ഇരിക്കേണ്ട, എനിക്ക് തലമുറകളുടെ നഷ്ടത്തിൽ, കുടുംബ ഛിദ്രത്തിൽ ഇരിക്കേണ്ട എന്നൊന്ന് പറഞ്ഞ് എന്നിട്ട് പറ, കർത്താവെ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ, എനിക്ക് അത് വേണം, യേശുവിന്റെ നാമത്തെ ഞാനത് ഏറ്റെടുക്കുന്നു. വീണ്ടും ഞാൻ പറയാം, ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബുദ്ധിമാന്റെ ലക്ഷണമാണ്. കാരണം എന്താണെന്നറിയാം? ചോദ്യങ്ങൾ ചോദിക്കുന്നവൻ മറ്റുള്ളവരുടെ മുമ്പിൽ 5 മിനിറ്റ് വിഡ്ഢിയായിരിക്കും. പലർക്കും അങ്ങനെയാണല്ലോ. ചോദ്യം ചോദിക്കുന്നവർ കാണുമ്പോൾ അവരെ വിഡ്ഢിയായിട്ടാണ്. ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്താലും ഒരു ചോദ്യം ചോദിക്കുന്നവൻ അവനൊന്നും മനസ്സിലായിട്ടില്ല, അവൻ വിഡ്ഢിയാണെന്ന് കരുതും. 5 മിനിറ്റേ ഉള്ളൂ, കേവലം 5 മിനിറ്റേ ഉള്ളൂ. ചോദ്യം ചോദിക്കുന്നവൻ മറ്റുള്ളവരുടെ മുമ്പിൽ 5 മിനിറ്റ് വിഡ്ഢിയായിരിക്കും. ചോദ്യം ചോദിക്കാത്തവൻ ജീവിതകാലം മുഴുവൻ വിഡ്ഢിയായിട്ടിരിക്കും. അവൻ ചോദ്യം ചോദിക്കത്തില്ല, പക്ഷെ അവൻ ജീവിതകാലം മുഴുവൻ വിഡ്ഢിയാണ്. ഞാൻ പറഞ്ഞല്ലേ, ചോദ്യങ്ങളാണ് അവസ്ഥകളെ മാറ്റുന്നത്, ചോദ്യങ്ങളാണ് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നത്. നിന്നെ കേൾക്കുന്നവരോട് പ്രതികൂലവും പ്രതിസന്ധിയില്ലാത്ത ആരും എന്നെ കേൾക്കുന്നില്ല, പക്ഷെ നീ റൈറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻസേഴ്സ് നീ ചോദിക്കണം. ഇന്ന് ഇതിന്റെ പരിഹാരം എന്താ? അല്ല, ആ സാഹചര്യത്തോട് അടിമപ്പെട്ടു പോകല്ല്, സാഹചര്യത്തോട് കീഴ്പ്പെട്ടു പോകല്ല്. എന്തെങ്കിലും ആകട്ടെന്ന് പറഞ്ഞ് നിരാശയിൽ പോയി മദ്യപിച്ച് ലക്ക് കെട്ട് മയക്കുമരുന്നിനും അടിമപ്പെട്ട് പോകല്ലേ. റൈറ്റ് ചോദ്യം ചോദിക്കണം. ഇന്ന് ദൈവം എന്നെ വിളിച്ചത് ഇതിനാണെങ്കിൽ ഞാൻ എന്തിന് ഇതിൽ തന്നെ ഇരിക്കണം? എന്റെ അവസ്ഥ മാറിയേ പറ്റൂ, എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മാറിയേ പറ്റത്തുള്ളൂ, എന്റെ ശുശ്രൂഷയുടെ അവസ്ഥ മാറിയേ പറ്റത്തുള്ളൂ, എന്റെ ആരോഗ്യം വർദ്ധിച്ചേ പറ്റത്തുള്ളൂ. മോശ എന്നും ചോദ്യങ്ങളില്ലാതെ സാഹചര്യങ്ങളോട് പരിമിതപ്പെട്ടു പോയോ? വാക്കുമില്ല, വർത്താനവുമില്ല, മൂകനായിട്ട് അടനെ തെറ്റിക്കൊണ്ടിരുന്നു. പക്ഷെങ്കിൽ എന്ന് ദൈവസന്നിധിയിൽ, കർത്താവെ, അടുത്ത ഞാൻ പോകുമ്പോൾ ഞാൻ ഫറവോനോട് എന്ത് പറയും? അല്ലെങ്കിൽ ഫറവോൻ വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ അത്ഭുതം കഴിഞ്ഞ് അടുത്ത അത്ഭുതം എന്ത് ചെയ്യണം? എന്താണ് എന്നെ കൊണ്ട് നീ ചെയ്യിക്കാൻ പോകുന്നത്? ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എഴുതിയേക്കുന്നത്, മോശ 120 വയസ്സിലും ദൈവം പറയാ, അവന്റെ ശരീരത്തിന്റെ ബലം കെട്ടുപോയില്ല, അവന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങിയില്ല. ഇന്നെന്നെ കേൾക്കുന്നവരോട് പറയാം, ദൈവസന്നിധിയിൽ നമ്മളെ പറ്റിയുള്ള ദർശനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കണം. ഇവിടെ വരെ ശരി, ഇതാണ് കാര്യം, ഇനി നാളെ ഞാൻ എന്ത് ചെയ്യണം? ദൈവസന്നിധി ചോദ്യങ്ങൾ ചോദിക്കണം. എന്റെ നാളുകളിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് പ്രവർത്തിക്കണം? എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്? ചോദിച്ചോന്നേ. വീണ്ടും ഞാൻ പറയാം, ചോദ്യം ചോദിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ 5 മിനിറ്റ് നമ്മൾ വിഡ്ഢിയായിരിക്കും. പക്ഷെങ്കിൽ ചോദ്യം ചോദിക്കാത്തവൻ ജീവിതകാലം മുഴുവൻ വിഡ്ഢിയായിട്ട് വരും. ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് റൈറ്റ് ക്വസ്റ്റ്യൻസ്, റൈറ്റ് ആൻസേഴ്സ്, റൈറ്റ് ക്വസ്റ്റ്യൻസ്, റൈറ്റ് ആൻസേഴ്സ്. നിങ്ങൾ ഇന്ന് ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞു. എന്തുകൊണ്ട് ദൈവമക്കൾ ചോദ്യം ചോദിക്കണം? എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് നമുക്കത് വായിക്കാം. റോമാലേഖനം 8:11 ഇത് വിശ്വസിക്കണം. വീണ്ടും ജനിച്ച ദൈവമക്കൾക്കുള്ള
അവകാശം അവിടെ എഴുതിയിരിക്കുന്നത്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് യേശുവിൽ ഇരിപ്പുണ്ടെന്നല്ല പറഞ്ഞത്. വായിച്ചു. നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ഞാൻ ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഗ്രഹിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്? യെസ് കർത്താവേ, ഇതാണ് വീണ്ടും ജനിച്ചവന്റെ അവകാശമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ രോഗിയായിട്ടിരിക്കണം? യേശുനാമത്തിൽ രോഗത്തോട് പറയും, ശാസിക്ക്. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. രോഗിയുടെ മേൽ കരം വെച്ച നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ചോണ്ട് പറയും, പോക വെളിയിൽ, ദുരാത്മാവെ വിട്ടുപോകും, രോഗാത്മാവ് വിട്ടുപോകും. ശാസിക്ക്. കാര്യം എന്റെ ഉള്ളിലിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവാണെന്ന് തിരുവചനം പറയും. അങ്ങനെയാണെങ്കിൽ ആ ആത്മാവ് എന്നിൽ പ്രവർത്തിക്കുമ്പോൾ എന്നിലുള്ള മർത്യമായ അനുഭവങ്ങൾ, മരിച്ച അനുഭവത്തിൽ പോലും ലാസർ മരിച്ചവൻ വെളി വന്നതുപോലെ ഇന്ന് രോഗികൾ സൗഖ്യമാകും. ഇന്ന് സാമ്പത്തിക രംഗത്തിൽ വിടുതലുണ്ട്. വെള്ളം വീഞ്ഞാക്കിയില്ലേ കർത്താവ്, അതുപോലെ അത്ഭുതം നടക്കും. 5 അപ്പം 25,000 പേർക്ക് അത്ഭുതമായില്ലേ, അതുപോലെ അത്ഭുതമാകും. മുടന്തർ എഴുന്നേറ്റില്ലേ, അതുപോലെ നിങ്ങൾ ജീവിതത്തിൽ എഴുന്നേൽക്കും. ഒന്ന് പറ, എന്റെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കും. യായിറോസിന്റെ തലമുറ, മരിച്ചു കിടന്ന തലമുറ യേശു ഉയർപ്പിച്ചതുപോലെ എന്റെ തലമുറ കുഞ്ഞുങ്ങളുടെ തലയെ കൈവച്ചെന്ന് അനുഗ്രഹിച്ചിട്ട് പറയാം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്റെ ഉള്ളിലിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് അത്ഭുതം നടന്നേ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങളുടെ തലയിലോട്ട് കൈവെക്കുമ്പോൾ അനുഗ്രഹം പാസ് ചെയ്യുന്നത് കണ്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. അവരുടെ നിലവാരം ഉയരി. ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണെങ്കിലും ദൈവം വഴി തുറക്കും. മിസ്രൈമിൽ എത്ര തവണ വാഗ്ദത്ത മക്കൾ ഇരുന്നാലും ദൈവം അവരെ വെളിയിലെടുക്കുന്ന ഒരു സമയമുണ്ട്. നിന്നെ കേൾക്കുന്നവരോട് പറയാം, തക്ക സമയത്ത് ഉയർത്തേണ്ടുന്നതിന് ബലമുള്ള കൈക്കീഴെ താണിരിക്കണമെന്ന് തിരുവചനം പറയുന്നെങ്കിൽ താണിരിക്കുന്ന വ്യക്തിയെ എന്നെ ദൈവം ഉയർത്തുമെന്ന് പൂർണ്ണ നിശ്ചയം ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നത്. ഒന്ന് വീണ്ടും പറ, റൈറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് റൈറ്റ് ആൻസേഴ്സ്. ദൈവസന്നിധിയിൽ ദൈവവചനപ്രകാരം റൈറ്റ് ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ടിത്? നോ, ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല, ഇതുമായിട്ട് ഞാൻ താരതമ്യപ്പെടത്തില്ല. പറ, എഴുന്നേൽക്ക്, കൽപ്പിക്കുക, ഭവനത്തെ യേശുനാമത്തിൽ കൽപ്പിച്ച് അനുഗ്രഹിക്കുക, സാഹചര്യങ്ങളെ അനുഗ്രഹിക്കുക. ഒരു നന്മയ്ക്കും കുറവില്ല. അതാണ് വിശ്വാസിയെ പോരാളിയായിട്ട് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ പ്രാർത്ഥിക്കാൻ പോകണം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്റെ ഉള്ളിലിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ മർത്യമായ ഏത് അനുഭവം ഉണ്ടെങ്കിലും അതിൽ ജീവൻ വെക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. ഞാനത് വിശ്വസിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കടന്നു വന്ന മുഴുവൻ പേരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷൈനി സിസ്റ്റർ ഉണ്ട്, സാം ബ്രദർ ഉണ്ട്, അനേക പുഷ്പ സിസ്റ്റർ ഉണ്ട്. കുറച്ച് പേരുടെ പേരുകളെ കാണുന്നുള്ളൂ, എനിക്കിതിൽ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നവർ എപ്പോഴാണെങ്കിലും, ഇന്നലെയും 4400 പേരോളം ഇത് കണ്ടു. ഓഫ് കോഴ്സ് കണ്ടായിരിക്കും, പക്ഷേ ഫുൾ ഗ്രഹിച്ച് എത്ര പേരുണ്ട് എനിക്കറിയാം. പക്ഷെങ്കിൽ ഇത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യത്തെ വാക്ക് തന്നെ ഏറ്റെടുക്കുമ്പോൾ അതിനകത്തൊരു അത്ഭുതമുണ്ട്. അങ്ങനെയാണ് പിതാവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കടന്നു വന്ന മുഴുവൻ പേരെയും ഇന്ന് വചനപ്രകാരം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാ ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. വീണ്ടും ജനിപ്പിച്ചത് പരിശുദ്ധാത്മാവാ, ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാ. ഞങ്ങളുടെ രോഗത്തോട് താതാത്മ്യപ്പെടാൻ നല്ല ദൈവം ഞങ്ങളെ വിളിച്ച് യേശുനാമത്തെ ശാസിച്ച് പുറത്താക്കാൻ. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ ഇപ്പോൾ തന്നെ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറട്ടെ. യേശുനാമത്തിൽ വഴികൾ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിൽ ICUയിലൊക്കെ കഴിയുന്ന രോഗികൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ അവർ വെളിയിൽ വരട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുനാമത്തിൽ. നിങ്ങൾക്ക് അനുഭവം ഇല്ലെങ്കിലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. അനേക ഭാരത്തിൽ, നിരാശയിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ, ഭവനത്തിൽ പിശാചിന്റെ തന്ത്രങ്ങളിൽപ്പെട്ട് കുടുംബങ്ങൾ കലഹമായി, അനുഗ്രഹങ്ങൾ പോലും അനുഭവിക്കാൻ വയ്യാതെ നിരാശ ബാധിച്ച് കലഹം, വലിയ തർക്കങ്ങൾ, വാദങ്ങൾ, വ്യവഹാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക, കേസുകളൊക്കെ നടക്കുക. അങ്ങനെയുള്ളവരെ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലുള്ള വിള്ളലുകൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. യേശുനാമത്തിൽ ദൈവമക്കൾക്ക് തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ദൈവമക്കളാന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കടന്നു വന്ന മുഴുവൻ പേരുടെ മേലെ ഇന്ന് പരിശുദ്ധാത്മാവ് തമ്പുരാനെ അങ്ങയുടെ സ്പർശനം ഉണ്ടാകണമേ. അങ്ങ് സ്പർശിക്കണമേ. ആ വെള്ളത്തെ വീഞ്ഞാക്കിയവൻ, ആ 5 അപ്പത്തെ 25,000 പേർക്ക് അത്ഭുതമാക്കിയവൻ ഇന്ന് സാമ്പത്തിക രംഗങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. വലിയ വഴികൾ, വാതിലുകൾ തുറക്കപ്പെട്ടു, വലിയ സാഹചര്യങ്ങൾ, ഉറവുകൾ തുറക്കപ്പെട്ടു. അപ്പോൾ തന്നെ എല്ലാവിധമായ അനാവശ്യ ചോർച്ചകളും അടയട്ടെ യേശുനാമത്തിൽ. എല്ലാ ചോർച്ചകളും അടയട്ടെ യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട്, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട്, ശുശ്രൂഷ രംഗം അനുഗ്രഹിക്കപ്പെട്ട്, കുഞ്ഞുങ്ങൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവിൽ പ്രസിദ്ധരും രാജ്യങ്ങളിൽ സമ്പന്നരുമായി മാറട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ അനുഗ്രഹമാകട്ടെ. ഇന്നത്തെ ദിവസം ഇന്ന് കൈവേലകൾ അനുഗ്രഹമാകട്ടെ, ജോലികൾ അനുഗ്രഹമാകട്ടെ, ബിസിനസ്സുകൾ അനുഗ്രഹമാകട്ടെ, തീരുമാനങ്ങൾ അനുഗ്രഹമാകട്ടെ, യാത്രകൾ അനുഗ്രഹമാകട്ടെ, സംസാരങ്ങൾ അനുഗ്രഹമാകട്ടെ, ചിന്തകൾ അനുഗ്രഹമായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു. ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഒരു അനുഗ്രഹമായി തീരട്ടെ. കടന്നു പോകുന്ന സാഹചര്യങ്ങൾ യേശുനാമത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ നിങ്ങളോട് തന്നെ ഇപ്പൊ ചോദ്യം ചോദിച്ചു, ആ യേശുനാമത്തിൽ പ്രാർത്ഥിച്ചു, ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കൂ. ഗോഡ് ബ്ലെസ് യു. നാളെയും കർത്താവ് അനുവദിച്ചാൽ രാവിലെ 8 മണിക്ക് തന്നെ, അല്ലെങ്കിൽ 8-8:15 സമയം. പല കോളുകൾ കൊണ്ടാണ് താമസിക്കുന്നത്. 8-നും 8:15 മധ്യേ നമ്മൾ വീണ്ടും കർത്താവ് അനുവദിച്ചാൽ കണ്ടുമുട്ടും. ടിൽ ദെൻ കർത്താവിന്റെ തങ്കച്ചിറയിൽ സൂക്ഷിക്കട്ടെ. ഇത് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ ഇന്നലെ 300 പേരോട് ഷെയർ ചെയ്തു. വെരി ഗുഡ്. താങ്ക് യു. ഈ യൂട്യൂബ് ലിങ്ക് ഞാൻ ഇതിന് ശേഷം ഇടും. അതിലും ഒന്ന് ക്ലിക്ക് ചെയ്ത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് വിടാമെങ്കിൽ നന്നായിരുന്നു. നിർബന്ധമില്ല, നന്നായിരുന്നു. എനിക്ക് അതും കൂടെ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ കൂടെ നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. ഓക്കെ, എന്തായാലും ഇത് ദൈവത്തിന്റെ വചനമാണ്. ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതമാണ്. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. വി ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.